ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ LGS പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, അതുപോലെ കേരളത്തിലെ ദ്വീപുകൾ, കായലുകൾ, ഇത്രയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. 40 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ചോദ്യങ്ങൾ കൂടാതെ കുറച്ച് എക്സ്ട്രാ റീഡിങ്ങിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ LGS, LDC, അതുപോലെ തന്നെ ബാക്കി 10th ലെവൽ വരുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ: കബനി, വളപട്ടണം നദി, ഇരുവഞ്ഞിപ്പുഴ, പാമ്പാർ, കരമന, ഭവാനി. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ? 3 നദികളല്ലേ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4, 6. കബനി, പാമ്പാർ, ഭവാനി. കബനി, പാമ്പാർ, ഭവാനി എന്നിവ താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ പോഷക നദികളാണ്? ഏത് നദിയുടെ പോഷക നദിയാണ് കബനി, പാമ്പാർ, ഭവാനി എന്നിവ? ഏത് നദിയുടെ പോഷക നദികളാണ്? ഓപ്ഷൻ ബി കാവേരി. കാവേരി നദിയുടെ പോഷക നദികളാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദികളാണ് കബനി, പാമ്പാർ, ഭവാനി എന്നിവ. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി: ഓപ്ഷൻ എ കബനി. കബനി നദിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നത്. കബനി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനി, പാമ്പാർ എന്നിവ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന: കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനി, പാമ്പാർ എന്നിവ. ആ പ്രസ്താവന ശരിയാണ്. കബനി നദിയാണ് കർണാടകയിലേക്ക് ഒഴുകുന്നത്. ബാക്കി 2 നദികൾ തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന: കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. ആ പ്രസ്താവനയും ശരിയാണ്. കബനിയാണ് ഏറ്റവും വലിയ നദി. മൂന്നാമത്തെ പ്രസ്താവന: കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന: കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട്. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. കബനിയുടെ പോഷക നദിയാണ് വയനാട്ടിലൂടെ ഒഴുകുന്ന കരമനത്തോട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. കേരളത്തിൽ കബനി നദിയുടെ നീളം. കബനി നദിയുടെ കേരളത്തിലെ നീളം എത്രയാണ്? ഓപ്ഷൻ എ 56.6 കിലോമീറ്റർ. 56.6 കിലോമീറ്റർ. കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്ററാണ്. അതിൽ 56.6 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്? കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാട്ടിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന: നമുക്ക് നോക്കാം ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്നുള്ളത്. പനമരം, മാനന്തവാടി എന്നീ നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്.
ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്, വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത്. അടുത്ത പ്രസ്താവന ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന ശരിയല്ല. ഏതൊക്കെ ദേശീയോദ്യാനങ്ങളിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്? ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിനും ഇടയിലൂടെ. രാജീവ് ഗാന്ധി ദേശീയോദ്യാനം തന്നെയാണ് നാഗർഹോള എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിനും ഇടയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. ഓപ്ഷൻ ഡി ശരിയാണോ എന്ന് നോക്കാം. കപില എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് കബനി. ആ പ്രസ്താവന ശരിയാണ്. കബനിയുടെ മറ്റൊരു പേരാണ് കപില. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. കബനിയുടെ ഏത് പോഷക നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കബനി നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ എ കരമനത്തോട്. ഓപ്ഷൻ എ കരമനത്തോട് നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും ബാണാസുര സാഗർ ഡാമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നതും ബാണാസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നതും ബാണാസുര സാഗർ ഡാമിലാണ്. കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? താഴെ പറയുന്നവയിൽ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഓപ്ഷൻ ഡി കുർവാ ദ്വീപ്. ഓപ്ഷൻ ഡി കുർവാ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുർവാ ദ്വീപ്. പാമ്പാർ നദി ഒഴുകുന്ന ജില്ല ഏത്? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്? ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരുന്ന നദിയാണ് പാമ്പാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം എത്ര? കേരളത്തിലൂടെ എത്ര കിലോമീറ്ററാണ് പാമ്പാർ ഒഴുകുന്നത്? ഓപ്ഷൻ ഡി 25. ഓപ്ഷൻ ഡി 25 കിലോമീറ്ററാണ് പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നത്. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്ററാണ്. അതിൽ 25 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്നു. അടുത്ത ചോദ്യം, പാമ്പാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? പാമ്പാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഓപ്ഷൻ സി ആനമുടി. ആനമുടിയിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ബെന്മൂർ. ആനമുടിയിലെ ബെന്മൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. തുടക്കത്തിൽ താഴെ പറയുന്നവയിൽ ഏതു പേരിലാണ് പാമ്പാർ അറിയപ്പെടുന്നത്? തുടക്കത്തിൽ ഏത് പേരിലാണ് പാമ്പാർ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി തലയാർ. തുടക്കസ്ഥലത്ത് തലയാർ എന്ന പേരിലാണ് പാമ്പാർ അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെ? താഴെ പറയുന്നവയിൽ ഏതൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ് പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ്? ഓപ്ഷൻ ഡി അല്ലേ 2ഉം 3ഉം. അതായത് തൂവാനം വെള്ളച്ചാട്ടവും കുംഭകാരി വെള്ളച്ചാട്ടവുമാണ് പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്നത്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം. താഴെ പറയുന്നവയിൽ പാമ്പാറിൻ്റെ പോഷക നദികളിൽ പെടാത്ത നദി ഏത്? പാമ്പാറിൻ്റെ പോഷക നദികളിൽ പെടാത്ത നദി ഏതാണ്? പാമ്പാറിൻ്റെ പോഷക നദിയിൽ പെടാത്തത്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി മംഗലപ്പുഴയാണ് പാമ്പാറിൻ്റെ പോഷക നദികളിൽ പെടാത്തത്. മംഗലപ്പുഴ നമ്മുടെ പെരിയാറിൻ്റെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. നമുക്ക് പ്രസ്താവനകൾ എന്ന് നോക്കാം. നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭവാനി. പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ഭവാനി നദിയിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന നദികളാണ് ശിരുവാണി, വരകാർ എന്നിവ. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂരിൽ വെച്ചാണ്. ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്?
നീലഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭവാനി എന്നുള്ള പ്രസ്താവന ശരിയല്ലേ? ആ പ്രസ്താവന ശരിയാണ്. നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവനയിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പാലക്കാട് ജില്ലയിലൂടെ മാത്രമാണ് ഭവാനി നദി ഒഴുകുന്നത്. തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നില്ല. അപ്പോൾ പാലക്കാട് ജില്ലയിലൂടെ മാത്രമാണ് നമ്മുടെ ഭവാനി ഒഴുകുന്നത്. ഭവാനി നദിയിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന നദികളല്ലേ ശിരുവാണി, വരകാറ്? അതെ. അതുപോലെ തന്നെ ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂരിൽ വെച്ചിട്ടാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം എത്ര? കേരളത്തിൽ ഭവാനി നദിയുടെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി 37.5 കിലോമീറ്റർ. 37.5 കിലോമീറ്റർ. ആകെ ഭവാനിയുടെ നീളം 217 കിലോമീറ്ററാണ്. അതിൽ 37.5 കിലോമീറ്റർ കേരളത്തിലൂടെയും ബാക്കി തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്നു. മുക്കാലി തടയണ താഴെ പറയുന്നവയിൽ ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുക്കാലി തടയണ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നദിയിലാണ് മുക്കാലി തടയണ? ഓപ്ഷൻ ബി ഭവാനി അല്ലേ? ഭവാനി നദിയിലല്ലേ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത്? ഭവാനി നദിയിലാണ് മുക്കാലി തടയണ. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനമാണ് കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ആർക്കും ഒരു സംശയം വേണ്ട. ഓപ്ഷൻ എ നമ്മുടെ കേരളം. ഓപ്ഷൻ എ കേരളമാണ് കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 34. ഓപ്ഷൻ ബി 34. നദികളുടെ എണ്ണത്തിൽ നിന്ന് 10 കുറച്ചാൽ നമ്മുടെ കായലുകളുടെ എണ്ണം കിട്ടും. നദികൾ 44, കായലുകൾ 34. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്ര? കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്ര കായലുകളാണ് കേരളത്തിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി 27 കായലുകളാണ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ 27 കായലുകൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും 7 കായലുകൾ ഉൾനാടൻ ജലാശയങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത് അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധമില്ലാത്തതുമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കടലുമായിട്ട് ബന്ധപ്പെട്ടത് 27, ഉൾനാടൻ ജലാശയങ്ങൾ 7. അപ്പോൾ 27, 7, 34. അടുത്ത ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആ പ്രസ്താവന ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? അതും നമ്മുടെ വേമ്പനാട്ട് കായൽ തന്നെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവനയും ശരി തന്നെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം നമ്മുടെ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം സുന്ദർബൻസ്. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയ തണ്ണീർത്തടം. രണ്ടാമത്തെ തണ്ണീർത്തടം വേമ്പനാട്ട് കായൽ. നാലാമത്തെ പ്രസ്താവന എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആ പ്രസ്താവനയും ശരിയല്ലേ? വേമ്പനാട്ട് കായൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലല്ലേ ഉള്ളത്. അപ്പം ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെ? ഏതൊക്കെയാണ് നമ്മുടെ വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ? ഓപ്ഷൻ എ അല്ലേ? വെല്ലിംഗ്ടൺ, വൈപ്പിൻ, പാതിരാമണൽ, കടമക്കുടി. 4 ദ്വീപുകളല്ലേ നമ്മുടെ വേമ്പനാട്ട് കായലിൽ വരുന്നത്. മരുക്കുന്നം ദ്വീപ് നമ്മുടെ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ്. അതുപോലെ ധർമ്മടം കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട ദ്വീപാണ്. താഴെ പറയുന്നവയിൽ വേമ്പനാട്ട് കായലിൻ്റെ അപരനാമങ്ങളിൽ പെടാത്തത് ഏത്? വേമ്പനാട്ട് കായലിൻ്റെ അപരനാമങ്ങളിൽ പെടാത്തത്
ഏതാണ്? ഓപ്ഷൻ ഡി ആശ്രാമം കായൽ. ആശ്രാമം കായലാണ് വേമ്പനാട്ട് കായലിൻ്റെ അപരനാമങ്ങളിൽ പെടാത്തത്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. അതുപോലെ കൊച്ചി കായൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ വേമ്പനാട്ട് കായൽ തന്നെയാണ്. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്ന പേരിലാണ്. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്ന പേരിലാണ്. ഈ ആശ്രാമം കായൽ നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ മറ്റൊരു പേരാണ് ആശ്രാമം കായൽ, അഷ്ടമുടിക്കായലിൻ്റെ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ. ഓപ്ഷൻ ബി അഷ്ടമുടി കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ. അഷ്ടമുടി കായലിലെ 8 ചെറിയ തുരുത്തുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അഷ്ടമുടി കായലിലെ 8 ചെറിയ തുരുത്തുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് എന്നാണ് അഷ്ടമുടി കായലിലെ 8 ചെറിയ തുരുത്തുകൾ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏത്? കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായൽ. ഏത് കായലാണ്? ഓപ്ഷൻ ഡി ആക്കുളം കായൽ. ആക്കുളം കായലിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയത്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് കായലാണ്? ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ അഷ്ടമുടി കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് അഷ്ടമുടി കായൽ? ഓപ്ഷൻ ഡി കൊല്ലം. ഓപ്ഷൻ ഡി കൊല്ലം ജില്ല. താഴെ പറയുന്നവയിൽ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ സർവീസ് നടത്തുന്നത് അഷ്ടമുടി കായലിലാണ്. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. കാരണം അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ മത്സ്യബന്ധന കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര അഴി. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ സർവീസ് നടത്തുന്നത് അഷ്ടമുടി കായലിലാണ്. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ സർവീസ് നടത്തുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് നമ്മുടെ അഷ്ടമുടി കായലിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് സർവീസ് നടത്തുന്നത് വേമ്പനാട്ട് കായലിൽ. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ് എന്നുള്ള പ്രസ്താവനയും ശരിയാണ്. 1988 ജൂലൈ 8 അഷ്ടമുടി കായലിലുണ്ടായ തീവണ്ടി അപകടമാണ് പെരുമൺ തീവണ്ടി ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഓപ്ഷൻ ബി ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? ഏത് കായലാണ് വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ് ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. അടുത്തത്, കേരളത്തിലെ പ്രകൃതിത്താലുള്ള ഏക ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏത്?
ഓപ്ഷൻ എ വൈന്തല തടാകം. തൃശ്ശൂർ ജില്ലയിലെ വൈന്തല തടാകമാണ് പ്രകൃതിയാലുള്ള കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം. കായലുകളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്ന തടാകം ഏത്? ഏതാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ശാസ്താംകോട്ടക്കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ശാസ്താംകോട്ടക്കായൽ. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ എന്നിവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ എന്നിവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? ഓപ്ഷൻ സി 2002. 2002 ഇവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ കേരളത്തിൽ നിന്ന് ഒരു കായലുകൂടി റാംസർ പട്ടികയിലേക്ക് ഇടം നേടാനായിട്ട് പോകുന്നുണ്ട്. അതാണ് കവ്വായി കായൽ. കവ്വായി കായൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് കവ്വായി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ റാംസർ സൈറ്റുകളായ വേമ്പനാട്, അഷ്ടമുടി കായലുകളുടെ മലിനീകരണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേരള സർക്കാരിന് 10 കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. കേരളത്തിലെ കായലുകളും അവയുടെ ആകൃതികളും താഴെ കൊടുത്തിരിക്കുന്നു. അവയെ ചേരുംപടി ചേർക്കുക. കേരളത്തിലെ കായലുകളും അവയുടെ ആകൃതികളും താഴെ കൊടുത്തിരിക്കുന്നു. അവയെ ചേരുംപടി ചേർക്കുക. നീരാളിയുടെ ആകൃതി. നീരാളിയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഹൃദയ സരസ്. എഫ് ആകൃതിയിലുള്ളത് ശാസ്താംകോട്ടക്കായൽ. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളത് പൂക്കോട് തടാകം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നീരാളിയുടെ ആകൃതി അഷ്ടമുടിക്കായൽ, ഹൃദയത്തിൻ്റെ ആകൃതി ഹൃദയ സരസ്, എഫ് ആകൃതി ശാസ്താംകോട്ടക്കായൽ, ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതി പൂക്കോട് തടാകം. ഹൃദയ സരസ് നമ്മുടെ വയനാട്ടിലെ മേപ്പാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? ഏതാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി പൂക്കോട് തടാകം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഏറ്റവും വലുത് ശാസ്താംകോട്ട. കൂടാതെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും നമ്മുടെ പൂക്കോട് തടാകം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്ന സൂചനകൾ ഏത് ദ്വീപുമായി ബന്ധപ്പെട്ടതാണ്? താഴെ പറയുന്ന സൂചനകൾ ഏത് ദ്വീപുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ സി പാതിരാമണൽ. ഓപ്ഷൻ സി പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് നമ്മുടെ എറണാകുളത്തുള്ള വൈപ്പിൻ ദ്വീപാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ്. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ധർമ്മടം തുരുത്ത്. അപ്പോൾ ഇതുകൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിക്കായൽ. ഓപ്ഷൻ ഡി വെള്ളായണിക്കായൽ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായൽ. അധിക വായനയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന്. ശാസ്താംകോട്ടക്കായൽ, വെള്ളായണിക്കായൽ, പൂക്കോട് തടാകം, ഏനമാക്കൽ, മനക്കൊടി. ഇവ എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ടുള്ളൊരു കോഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വെള്ളപ്പൂക്കളുടെ മനഃശാസ്ത്രം എന്നമ്മയ്ക്കറിയാം. വെള്ളായണിക്കായൽ, പൂക്കൾ പൂക്കോട് തടാകം, മനക്കൊടി തടാകം, ശാസ്ത്രം ശാസ്താംകോട്ടക്കായൽ, എന്നമ്മ ഏനമാക്കൽ.
അപ്പോൾ ഈ കോഡൊന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എളുപ്പത്തിൽ ഓർക്കാനായിട്ട് പറ്റും. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ. വൈക്കം ക്ഷേത്രം അതുപോലെ കുമരകം വിനോദസഞ്ചാരം എന്നിവ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ തീരത്താണ്. നമ്മുടെ വേമ്പനാട്ട് കായലിൽ 26 കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളിയാണ് ബാബുരാജ് ടി ദിവാകരൻ. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദിയാണ് കല്ലടയാർ. അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓരോ ജില്ലയിലുമുള്ള കായലുകൾ ഏതൊക്കെയാണെന്നാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കായലുകളാണ് വെള്ളായണി, ആക്കുളം, വേളി, അഞ്ചുതെങ്ങ്. കൊല്ലം ജില്ലയിലുള്ളത് ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ, പരവൂർ കായൽ, വട്ടക്കായൽ. ആലപ്പുഴയിലുള്ളത് വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ. കോട്ടയത്തുള്ളത് വേമ്പനാട്ട് കായൽ. എറണാകുളത്ത് വേമ്പനാട്ട് കായൽ, പറവൂർ കായൽ. തൃശ്ശൂർ ജില്ലയിലുള്ളത് ഏനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ. ബിയ്യം കായൽ മലപ്പുറം ജില്ലയിൽ, മാനാഞ്ചിറ തടാകം കോഴിക്കോട്, പൂക്കോട് തടാകം വയനാട്, കവ്വായി കായൽ കണ്ണൂർ, ഉപ്പളക്കായൽ കാസർഗോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, അതുപോലെ നമ്മുടെ കേരളത്തിലെ കായലുകൾ, തടാകങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ വിവരവും ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്